രണ്ടുപേരും ജയിൽ ടാസ്ക് ചെയ്യുകയാണ്. ജയിൽ ടാസ്ക് തീപ്പെട്ടിക്കൊള്ളി കൊണ്ട് മനുഷ്യൻ്റെ രൂപം ഉണ്ടാക്കി ഭിത്തിയിൽ ഒട്ടിക്കുക എന്നതാണ്. ഒരാൾ 100 എണ്ണം വീതം ഉണ്ടാക്കി ഒട്ടിക്കണമെന്നാണ് ടാസ്ക്. അങ്ങനെ രണ്ടുപേരും കൂടെ ടാസ്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അനുമോളുടെ സങ്കടങ്ങളൊക്കെ അനീഷിനോട് പറഞ്ഞിരുന്നു. അപ്പോൾ അനുമോൾ കരയൊക്കെ ചെയ്ത്. അപ്പോൾ അനീഷ് ചോദിക്കുന്നു, ഇപ്പോൾ സങ്കടമൊക്കെ മാറിയോ അനുമോളെ? അപ്പോൾ അനുമോൾ അതേന്ന് പറയുന്നു. അപ്പം അനുമോൾ ഇത്രയും സങ്കടപ്പെടേണ്ട കാര്യങ്ങളൊന്നും ഇല്ല അനുമോളെ എന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയുന്നത്. അത് എല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം ചേട്ടാ. ഒന്നാമത്തേത് നമുക്ക് നമ്മുടെ സങ്കടങ്ങളൊക്കെ പറയാൻ ആരെങ്കിലും വേണം. അങ്ങനെ പറയണമെന്ന് തോന്നിയാലും ഒരുപാട് അറിയാത്തവരെയാണ് നല്ലത്. അവരോട് സങ്കടങ്ങൾ പറഞ്ഞാൽ അവർ കേട്ടുകൊണ്ടിരിക്കാൻ മനസ്സുള്ളവരായാൽ മതി. തിരിച്ച് അവർ ആശ്വസിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അവർ കേട്ടുകൊണ്ടിരുന്നാൽ മതി. നമ്മുടെ മനസ്സും ഒന്ന് തണുക്കും. പക്ഷേ അല്ലെങ്കിൽ നമ്മളെ കൂടെ നമ്മുടെ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് അത് വെച്ച് നമ്മളെ കുത്തുന്നവരാകാൻ പാടില്ല. അനുമോൾക്ക് നല്ല വിഷമമുണ്ടെന്ന് തോന്നുന്നു. അനുമോൾ ആദിലയും നൂറയൊക്കെ ഉദ്ദേശിച്ചായിരിക്കും ഈ പറയുന്നത്. കാരണം അനുമോൾ അവിടെ വീട്ടിലധികം സംസാരിക്കുന്നത് അവരോട് മാത്രമാണ്. അനുമോൾ തന്നെ അത് പറയുന്നുണ്ട്. ഇപ്പം ചേട്ടൻ ഇവിടെ നിൽക്കുന്നതുകൊണ്ടല്ലേ ചേട്ടനോട് ഞാൻ ഇത്രയും സംസാരിക്കുന്നത്. വീട്ടിൽ നമ്മളിങ്ങനെ അധികം സംസാരിക്കുന്നില്ലല്ലോ എന്ന് അനുമോൾ പറയുന്നത്. അപ്പം നമ്മുടെ വിഷമങ്ങൾ കേൾക്കാൻ നമുക്കൊരാൾ എപ്പോഴും ഉള്ളത് നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾ ഏത് വിഷമത്തിലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഒരാൾ നമ്മുടെ വിഷമങ്ങളൊക്കെ കേൾക്കാനും കൂടെ നിൽക്കാനും തോന്നിയാൽ എന്ന് പറയുകയാണ് അനുമോൾ. ആ വീട്ടിലുള്ള മറ്റുള്ളവരൊക്കെ കുറ്റപ്പെടുത്തിയതിൽ അനുമോൾക്ക് സങ്കടമില്ല. പക്ഷേ ഇത് ഇത്രയും ഇതാക്കുന്നത് അനുമോളിൽ നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.